ഇപ്പോൾ നമ്മൾ 6 സ്റ്റെപ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 7ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഈ 7ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ 6ാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ സോൾവ് ചെയ്ത് തുടങ്ങണം. കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് വി ആർ ഗോണ സ്പീക്ക് അബൌട്ട് OMR ഷീറ്റിനെ പറ്റിയിട്ടാണ്. എന്തിനാണ് OMR ഷീറ്റിനെ പറ്റി മാത്രം ഒരു വീഡിയോ? അത് അല്ലെങ്കിൽ അതെന്തിനാണ് ഈ 10 സ്റ്റെപ്പിൽ അതൊരു സ്റ്റെപ്പായിട്ട് കൂട്ടാനുണ്ടോ? ആക്ച്വലി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 180 ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഒരു ക്വസ്റ്റ്യന് നീറ്റ് എന്ന് പറയുന്നത് ഒരു ടൈം റിസ്ട്രിക്റ്റഡ് എക്സാമാണ്. 200 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് വിച്ച് 180 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതിൽ 200 മിനിറ്റ്സ് ആണ് പുതിയ പാറ്റേൺ. ലിറ്ററലി 1 മിനിറ്റ് 1 ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പോഴും അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ആക്ച്വലി എത്ര ടൈം OMRൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ നിങ്ങളൊന്ന് അതിലൂടെ വോക്ക് ത്രൂ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു 5 സെക്കൻഡ്സ് OMR ഫില്ല് ചെയ്യാൻ ഞാൻ എടുത്തെന്ന് വിചാരിക്കാം. 180 × 5 എന്ന് പറയുന്നത് 900 സെക്കൻഡ്സ് ആണ്. അത് എത്ര മിനിറ്റ് ആണെന്ന് അറിയാം? ഡിവൈഡ് ബൈ 60, അത് 15 മിനിറ്റ്സ് ആണ്. അതായത് 15 മിനിറ്റ്സ് ഒരു എക്സാമിന് ആവറേജിൽ ഒരു സ്റ്റുഡൻറ്റ് OMR ഷീറ്റിൽ മാത്രം ബബിൾ ചെയ്യാൻ മാത്രം അത്രയും ടൈം സ്പെൻഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 15 മിനിറ്റ്സ് ഇതാരും അങ്ങനെ റിയലൈസ് ചെയ്യാത്തൊരു കാര്യമാണ്. ബട്ട് ആക്ച്വലി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 200 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു 15 മിനിറ്റ്സ് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആ 200 അല്ലേ. അപ്പോൾ OMR ഷീറ്റ് ഇതെങ്ങനെ സ്പീഡ് കൂട്ടുക എന്നുള്ളത്, അതായത് എങ്ങനെയാണ് ഈ OMR ഷീറ്റിൻ്റെ നമുക്ക് ടൈം ഇതിലെങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പ്രാക്ടീസ്. അതായത് OMR ഷീറ്റിലും ഏത് എക്സാം സോൾവിങ്ങിലും പ്രോബ്ലം സോൾവിങ്ങിലും നീറ്റിൻ്റെ ഓരോ സ്റ്റെപ്പിലും വേണ്ടത് പ്രാക്ടീസ് തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പ്രാക്ടീസിനെ ഇങ്ങനെ എംഫസൈസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ചില സ്റ്റുഡൻസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യുന്നു, അത് OMR ഷീറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, പിന്നെ അത് പബ്ലിഷ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ ആക്ച്വലി ചെയ്യുന്നത് അത്ര നല്ലതല്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് റീസൺസ് ഉണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളെ അറ്റൻഷൻ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു, അതെടുത്ത് മാർക്ക് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും തിരിച്ച് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു, വീണ്ടും ആൻസർ ഷീറ്റിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു ഡീവിയേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. രണ്ടാമത്തേത് അത് ആക്ച്വലി ഒരുപാട് ടൈം പോകും. ഈ അറ്റൻഷൻ്റെ കൂടെ തന്നെ ടൈം കൺസ്യൂമിങ് കൂടിയാണ്. പകരം ഒരു ആൾട്ടർനേറ്റീവായി പറയാനുള്ളത് നിങ്ങളൊരു OMR ഷീറ്റിലുള്ള ഒരു 30 ക്വസ്റ്റ്യൻസ് എടുക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സോൾവ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യുക. അതിൻ്റെ ഓപ്ഷൻ ജസ്റ്റ് ടിക്ക് ഇട്ട് വെക്കുക. ഒരു പോയിൻ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് കെയർഫുള്ളി നിങ്ങൾ മാർക്ക് ചെയ്യുക. OMR ഷീറ്റിൽ മാർക്ക് ചെയ്യാതെ 30 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ നിങ്ങൾ OMR ഷീറ്റിൽ എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇതിന് 2 അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്യുന്നൊരു വിഷയമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അടുപ്പിച്ച് 30 ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ്. അതിന് ശേഷം മാത്രമേ നിങ്ങൾ OMR ഷീറ്റിലേക്ക് നിങ്ങൾ പോകുന്നുള്ളൂ. രണ്ടാമത്തേത് ഇത് ആക്ച്വലി നിങ്ങൾക്കൊരു റിവിഷൻ പോലെയാണ്. നിങ്ങൾ വീണ്ടും ആ 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് രണ്ടാമതൊന്നും കൂടി ഒന്ന് വായിച്ച് ഒന്നുകൂടി ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടി ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇൻഡിവിജ്വലി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതും ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിലൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾ ലാസ്റ്റത്തെ ഇപ്പോൾ ഈ ഒരു 30 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യുമ്പോൾ ടൈം തീർന്നു പോവാതെ നോക്കണം. സോ അതിനാണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ ബെല്ലടിക്കുന്ന ഇപ്പോൾ 2 മിനിറ്റ് ബെല്ലടിക്കാനും നിങ്ങൾക്ക് എക്സാം തീരാൻ 2 മിനിറ്റ്സ് ബാക്കിയുണ്ടായിട്ട് നിങ്ങൾക്കൊരു 30 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ OMR ഷീറ്റിൽ ബബിൾ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലി സ്ട്രെസ്സ് വരും. അന്നേരം നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല. മിസ്റ്റേക്സ് വരുത്താൻ സാധ്യതയുണ്ട്. സോ അതിന് ടൈം മാനേജ് ചെയ്യണം. അത് പ്രാക്ടീസിലൂടെ നടക്കുള്ളൂ. രണ്ടാമത്തത് വേറൊരു വലിയ ഡിസഡ്വാൻറ്റേജ്, അതായത് ഇതൊരു വലിയൊരു മിസ്റ്റേക്കിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് നിങ്ങൾ കെയർഫുള്ളാണ്. കെയർലെസ് മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു 30th ക്വസ്റ്റ്യന് ശേഷം 31st തന്നെ കറക്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് കറക്റ്റാണോ എന്ന് നോക്കണം. കാരണം ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് അറിയാതെ മാറിപ്പോയാൽ, ഇപ്പോൾ 31st ആൻസർ നിങ്ങൾ 32nd ക്വസ്റ്റ്യന് പബ്ലിഷ് ചെയ്തു പോയാൽ പിന്നെ അതിന് താഴെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും തെറ്റും. കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടാണ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്. സോ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ സേവ് യു എ ലോട്ട് ഓഫ് ടൈം OMR ഷീറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടി. വേറൊരു കാര്യം പറയാനുള്ളത് ഇൻ ജനറൽ ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. ഓരോ സബ്ജക്റ്റിലും എത്ര ടൈം നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ളത്.
ഇതൊക്കെ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ സ്വന്തമായി സോൾവ് ചെയ്ത് വരുമ്പോൾ മാത്രമേ ഈ റീസൺസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബയോളജിയിൽ 100 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് 90 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ നല്ലത് നമ്മളൊരു 40 to half ഓഫ് ദ ടൈം ബയോളജി സ്പെൻഡ് ചെയ്യുക. 100 ക്വസ്റ്റ്യൻസിന് ആക്ച്വലി ബയോളജിയിൽ 40 to 50 മിനിറ്റ്സിൻ്റെ ഇടയിൽ സോൾവ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് തന്നെ ബയോളജി, സുവോളജി ആൻഡ് ബോട്ടണി സെക്ഷനിലേക്ക് പോവുക. എന്നിട്ട് അതിൽ വിത്തിൻ 40 to 50 മിനിറ്റ്സ് ആ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുക. അതിൽ ഔട്ട് ഓഫ് 90 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കെമിസ്ട്രിയിലേക്ക് കിടക്കാം. കെമിസ്ട്രിയിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് യൂഷ്വൽ നീറ്റിൽ പറയുന്ന ആ ഒരു ടൈം വെച്ച് സോൾവ് ചെയ്യുക. അതായത് 45 മിനിറ്റ്സിൽ നമ്മൾ ആ ഒരു 45 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ ടൈം എത്ര കഴിഞ്ഞു? നമ്മൾ എക്സാം കഴിയുന്നേക്കും ഒരു 80-85 മിനിറ്റ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു അല്ലേ? അല്ല, റഫ്ലി 90 മിനിറ്റ്സ് കഴിഞ്ഞു എന്ന് തന്നെ കൂട്ടുക. 1.5 ഓഫ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മളെ ബയോളജിയും കഴിഞ്ഞു, നമ്മളെ കെമിസ്ട്രിയും കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത് ഫിസിക്സാണ്. ഫിസിക്സ് എല്ലാവർക്കും അറിയാം, അതിന് ടൈം അത്യാവശ്യം ആവശ്യമുള്ളൊരു സബ്ജക്റ്റാണ്, ഡിഫിക്കൽട്ടാണ്, പ്രോബ്ലം സോൾവിങ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ്. ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ഫിസിക്സിൽ 90 മിനിറ്റ്സ് ബാക്കി വരുന്നുണ്ട്. 45 ക്വസ്റ്റ്യൻസ് ഫിസിക്സ് സോൾവ് ചെയ്യാൻ 90 മിനിറ്റ്സ് ഓഫ് ടൈം നമുക്ക് ബാക്കി വരികയാണ്, വിച്ച് ഈസ് എ ബിഗ് അഡ്വാൻറ്റേജ് അല്ലേ? ആക്ച്വലി നമുക്ക് 90 മിനിറ്റ്സ് പോലും ആവശ്യമില്ല. നമ്മളൊരു നല്ല പ്രിപ്പയർഡ് ആയിട്ട് വന്നാൽ നമുക്കൊരു 70 മിനിറ്റ്സ് അല്ലെ 75 മിനിറ്റ്സിലേക്ക് ഈ ഒരു 90 ക്വസ്റ്റ്യൻസും ഈ ഒരു 45 ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ബാക്കിയുള്ള 50 മിനിറ്റ്സ് നമ്മൾ എന്താ പറയുക, മറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാനും എല്ലാം ഒന്ന് റീചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ആസ് ഞാൻ ഈ വീഡിയോയിൽ കണ്ടിന്യൂസ്ലി പറഞ്ഞതുപോലെ, യു ഹാവ് ടു സ്റ്റാർട്ട് സോൾവിങ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് സോൾവിങ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. OMR ഷീറ്റ് വെച്ച് തന്നെ സോൾവ് ചെയ്ത് തുടങ്ങാം. ഒരു സ്റ്റിമുലേറ്റഡ് എൻവിറോൺമെൻറ്റിൽ തന്നെ എക്സാം എഴുതാം. നിങ്ങൾ ആക്ച്വലി എൻട്രൻസ് എക്സാമിന് എഴുതുന്നത് പോലെ തന്നെ OMR ഷീറ്റ് വെച്ചിട്ടും കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടും നമ്മൾ ഡോപ്പ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ.